കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വണ്ടിയുടെ ബാക്കിൽ കുറെ നാള് കമ്മീഷണറുടെ തൊപ്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ ഒരു രീതിയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ മന്ത്രി ഗണേശൻ പരിഹസിച്ച ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ. ആദ്യമായിട്ടല്ല ഈ കമ്മീഷണറുടെ തൊപ്പിയുടെ കഥ നമ്മൾ കേൾക്കുന്നത്. ഗണേശൻ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ തൊപ്പിക്ക് ഒരു വലിയ കഥയുണ്ട്. രണ്ടാനച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ച് ആശുപത്രി കിടക്കയിലായി പോയ ഷെഫീഖ് എന്ന് പറഞ്ഞൊരു മോനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു സുരേഷ് ഏട്ടന്റെ പോലീസ് കഥാപാത്രങ്ങളും. ആ മകനെ കണ്ട് ആ മകന്റെ മുമ്പിൽ അതൊക്കെ അഭിനയിച്ച് കാണിച്ച് ആ കുഞ്ഞിനാണ് തലയിൽ ആ തൊപ്പി വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം കൊടുത്തത്. ഇത് ഗണേശൻ പറയുമ്പോൾ നടന്ന സംഭവമൊന്നുമല്ല. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നതിന് ഒരുപാട് നാൾ മുന്നേ ഉള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട്. അന്ന് അത് കൊടുത്തതാണ്. അന്ന് ഈ തൊപ്പിയെ പറ്റി നല്ല രീതിയിൽ ചർച്ചയായതുമാണ്. ശരിയാണ്, കമ്മീഷണറുടെ തൊപ്പി സുരേഷ് ഏട്ടന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ അർഹതപ്പെട്ട ഒരാൾക്ക് അത് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ട്. എല്ലാം ശരിയാണ്. ഞാൻ ഗണേശൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സുരേഷ് ഏട്ടന്റെ വണ്ടിയിൽ തൊപ്പി ഉണ്ടായിരുന്ന സമയത്ത് ഗണേശൻ സാറിന്റെ വണ്ടിയിൽ ആരാ ഉണ്ടായിരുന്നത്? സരിതയും കുഞ്ഞുമാണെന്നാണ് താങ്കളുടെ അച്ഛൻ തന്നെ പറയുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. സ്വന്തം അച്ഛൻ ജനിപ്പിച്ചത് തെറ്റായി പോയെന്ന് ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗണേശൻ സാറിനെ പറ്റിയാണ്. ഇന്നേ വരെ സുരേഷ് ഏട്ടനെ വേറെ ആരുടെയും ഭർത്താവ് വീട്ടിൽ കയറി ഇടിച്ചിട്ടില്ല. ഒരു മന്ത്രിയുടെ മകനെ വേറൊരു പെണ്ണിന്റെ ഭർത്താവ് വീട്ടിൽ കയറി ഇടിച്ച ചരിത്രം അത് ഗണേശൻ സാറിന് മാത്രം സ്വന്തം. എന്തിന്? സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് വരെ അടികൊണ്ട് മോങ്ങിയ ചരിത്രം അതും ഗണേശൻ സാറിന് മാത്രം സ്വന്തം. എന്നിട്ടും ഗണേശൻ സാറിന് സുരേഷ് ഗോപിനെ കുറ്റം പറയണം. അപ്പൊ സംസ്കാരമുള്ളവര് തങ്ങൾക്ക് മനസ്സിനോട് അടുപ്പമുള്ള പലതും വണ്ടിയിൽ കൊണ്ടു നടക്കും. സംസ്കാരമില്ലാത്ത പലരുടെയും പുറകിൽ മറ്റുള്ളവരുടെ ഭാര്യയും കുട്ടിയൊക്കെ ആയിരിക്കും. അതിൽ താങ്കൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഇനിയും ഊക്ക് വാങ്ങാതെ ഒന്ന് നന്നായി കൂടെ ഗണേശൻ സാറേ?